ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനിന്നൊരു ഡെയിലി വ്ളോഗ് ഇടുമെന്ന് ചോദിച്ചിട്ട് കുറേ ആൾക്കാർ വന്നിരുന്നു, മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നൊരു ഡെയിലി വ്ളോഗ് തന്നെ ഇടാമെന്ന്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ മോർണിംഗ് റൂട്ടീനാണ്, അതായത് കിച്ചൺ റൂട്ടീനാണ്. ഞങ്ങൾക്ക് ഇവിടെ കിണറിൽ വെള്ളമില്ല. അങ്ങനെ രാവിലെ ഒരു സമയം 7:30 ലൈനിൽ വെള്ളം ഇട്ടാൽ 8 മണി 8:30 വരെ വെള്ളം ഉണ്ടാവും. അങ്ങനെയാണ് കേട്ടോ, ഒരു നേരം ഇടുള്ളൂ. താഴത്തൊരു കിണറുണ്ട്, എല്ലാവർക്കും കൂടിയുള്ള ഈ നാട്ടിലൊരുവിധം എല്ലാ വീട്ടിൽക്കും രാവിലെ ആ വെള്ളം ഇടുക. അപ്പോൾ ആ വെള്ളം വന്നാൽ അകത്തൊക്കെ പിടിച്ച് വെക്കുകയും ചെയ്യുക. നേരിട്ട് ടാങ്കിൽ നിന്ന് വെള്ളം വരുന്നത് കുടിക്കാൻ എടുക്കില്ല, ഇങ്ങനെ പാത്രത്തിൽ നിറച്ച് വെച്ചിട്ട് അതിൽ നിന്ന് എടുക്കുകയായിട്ട് ചെയ്യുക. അപ്പോൾ ആ പാത്രമൊക്കെ ആകെ കണ്ട് അടിയിൽ ഇങ്ങനെ മണ്ണ് പോലെ ചളി പോലെ വന്നിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്നുകൊണ്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഡെയിലി ഞാനത് ക്ലീൻ ചെയ്യലൊന്നുമില്ല. ഒന്നരാടെ ഇടവിട്ടിട്ട് അടിയിൽ ചളി പോലെ കാണുമ്പോഴാണ് ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് പുതിയ വെള്ളം നിറക്കൽ. അങ്ങനെ അത് അവിടെ സെറ്റാക്കിയിട്ടിട്ട് ഞാൻ ബാക്കി പണി, രാവിലത്തെ പണി പതിവ് പോലെ പണികളൊക്കെ ചെയ്യാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളക്കട താഴത്തൊക്കെ പോയിരുന്നു. അങ്ങനെ ഒരു ഗ്ലാസ് കട്ടൻ ചായ എടുത്ത് കുടിച്ച് ആകത്തെ ഒരു മന്ദപ്പ്, രാവിലെ നീച്ച കാരണം തലക്കൊക്കെ ഒരു മന്ദപ്പ്. അപ്പോൾ ഒരു കട്ടൻ എടുത്ത് കുടിച്ച് എന്നിട്ടാണ്, അതിന് ശേഷമാണ് ഞാൻ പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിങ്ങാണ്ട് അടുപ്പൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് വെണ്ണൂറൊക്കെ എടുത്ത് മാറ്റി അതിന് ശേഷം കുറച്ച് വിറകെടുത്തെങ്ങാണ്ട് അടുപ്പ് കത്തിക്കാൻ വേണ്ടിങ്ങാണ്ട്. ഇന്നും നമ്മളെ സ്വന്തം ദോശയാണ്. ഞാൻ വ്ളോഗ് ഇടുമ്പോഴൊക്കെ ദോശയാവും. അത് ഇപ്പോഴാട്ടെ ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അധികം ദോശ തന്നെയാണ് ആവാറ് ഞാൻ വ്ളോഗ് എടുക്കുന്ന ദിവസമൊക്കെ. ശരിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. തിങ്കളാഴ്ച ദോശയുണ്ടെങ്കിൽ ചൊവ്വാഴ്ച പുട്ട്, ബുധനാഴ്ച വേറെ ചപ്പാത്തി, അങ്ങനെ മാറിയിരിക്കും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ദോശയൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുപ്പിൽ പിന്നെ കലം വെക്കാൻ നിന്നിട്ടാ. അതായത് ദോശയൊക്കെ ഒരുവിധം ചുടൽ കഴിഞ്ഞ് ചോറിന് വെള്ളം വെച്ച് പിന്നെ ഞാൻ ചായ കുടിക്കാൻ നിന്ന്. വിശന്നിട്ട് നിൽക്കാൻ വയ്യായിരുന്നു. അപ്പോൾ ദോശയും പിന്നെ ഇന്നലത്തെ സാമ്പാർ ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി അങ്ങോട്ട് തട്ടിയിട്ടു. അത് കഴിക്കൽ കഴിഞ്ഞിട്ട് മോൻക്കും കൊടുത്ത്. മോൻക്ക് കൊടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം എൻ്റെ ഫോൺ ഓൻ്റെ കയ്യിലാവും ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ. അപ്പോൾ ഞാൻ ദോശയൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തിന് നമ്മളെ ചോറും റെഡി ആയിക്കണ്. അങ്ങനെ ചോറൊക്കെ ഊറ്റി വെച്ചിട്ട് പിന്നെ അടുത്തതെന്ന് വെള്ളരിക്കക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ വെള്ളരിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളരിക്ക മുറിച്ചിട്ട്, വെള്ളരിക്ക അധികവും ഞാൻ തേങ്ങ ഇട്ടിട്ട് കറി വെക്കാറാണ് ചെയ്യൽ. പക്ഷേ ഇന്നിപ്രാവശ്യം ഞാൻ വിചാരിച്ച് തേങ്ങയും കുറവാണ്, അപ്പോൾ ഞാൻ വിചാരിച്ച് മുളകിട്ട് വെക്കാമെന്ന്. അങ്ങനെ ഞാൻ എന്തുണ്ടാക്കുമ്പോഴും ആദ്യം ഞാൻ യൂട്യൂബിലൊന്ന് നോക്കൂട്ടാ. നിങ്ങളെല്ലാവരും അങ്ങനെയാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് എന്ത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിലും കൺഫ്യൂഷനാണ്. അപ്പോൾ ഞാനൊന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കറിയുടെ റെസിപ്പി എടുത്തെങ്ങാണ്ട് അതുണ്ടാക്കുകയാണ് ചെയ്യുക. ഒരുവിധം ഞാൻ എല്ലാതും അങ്ങനെ തന്നെയാണ്. പെട്ടെന്ന് എനിക്കിങ്ങോട്ട് ഓർമ്മ കിട്ടൂല എന്തൊക്കെയാണ് സാധനങ്ങൾ. ഈ കറിക്ക് കിട്ടാം. മുളക് കറിയൊക്കെ പിന്നെ ഞാൻ എൻ്റേതായ രീതിയിലാണ്ട് വെക്കും. പച്ചക്കറി മാത്രം ഞാൻ യൂട്യൂബിലൊക്കെ ഒന്ന് നോക്കിയതിൻ്റെ ശേഷമാണ് ഉണ്ടാക്കുക. അങ്ങനെ ചോറ് വേവൽ കഴിഞ്ഞ പാട് ഞാൻ ആ അടുപ്പത്ത് തന്നെ പയറുപ്പേരി ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ച് വെച്ചിട്ട് അത് അടുപ്പത്ത് ഇടുകയാണ് ചെയ്തത്. പറഞ്ഞ പോലെ ഇന്നാണെങ്കിലോ എൻ്റെ അടുപ്പിന് എന്നോട് എന്തോ ദേഷ്യമുള്ള ആൾക്കാരെ പോലെ. ചിലപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കേണ്ടതെന്ന് എൻ്റെ അടുപ്പിന് മനസ്സിലായിക്കണത് തോന്നുന്നു. ഞാൻ എത്ര കത്തിച്ചിട്ട് ഞാനൊന്ന് 5 മിനിറ്റ് ഒന്ന് അങ്ങോട്ട് മാറി നിന്നാൽ എൻ്റെ അടുപ്പ് കെടും. പിന്നെ ഞാനത് ഊതി കത്തിച്ചിട്ട് പിന്നെ അത് കത്തിക്കൂട്ടാ. അങ്ങനെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഉണ്ടാക്കിയതിൻ്റെതൊക്കെ. അപ്പോൾ അതങ്ങോട്ട് കയ്യോടെ അങ്ങോട്ട് കഴുകി വെച്ച്. ഇപ്പോൾ പുതിയ സിങ്ക് ആദ്യം ഉണ്ടായിരുന്നു. സിങ്കിൻ്റെ അടുത്ത് പൈപ്പ് ഉണ്ടായിരുന്നില്ല അടുക്കളയിൽ ഇത്ര കാലമായിട്ട്. അങ്ങനെ പൈപ്പൊക്കെ ഇപ്പോൾ ഫിറ്റ് ചെയ്ത കാരണം പുറത്തേക്ക് പാത്രം കഴുകാൻ ഞാൻ അങ്ങനെ ഇറങ്ങലില്ല. വലിയ ഈ ചെമ്പും പാത്രമൊക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുള്ളൂ. അപ്പോൾ അകത്തന്നെ പൈപ്പുള്ള കാരണം അതൊരു ആശ്വാസമാണ് കേട്ടോ. പിന്നെ വെള്ളരിക്കൊക്കെ കഷ്ണങ്ങളാക്കി അരിഞ്ഞതിന് ശേഷം ഒരു ചെറിയൊരു സവാളയാണ്, അതും അരിഞ്ഞ് മുളകും ഇട്ട്. മുളക് ഞാൻ ആകെ ഒന്നിട്ടിട്ടുള്ളൂ, കാരണം എന്താണെന്ന് വെച്ചാൽ എരിവായ മോൻ തീരെ കൂട്ടൂല. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും ഉപ്പും ഒക്കെ ഇട്ടിട്ട് നേരെ നമ്മളെ പയറുപ്പേരിയുടെ അടുപ്പത്ത് വെച്ച്
അത് കഴിഞ്ഞിട്ട് അതവിടെ അടുപ്പത്ത് വെച്ചുകൊണ്ട് ഞാൻ പിന്നെ എന്താ ചെയ്ത് റൂം അടിച്ചൊരു തുടച്ച് വൃത്തിയാക്കാനുള്ള പരിപാടിക്ക് നിന്ന്. അപ്പോൾ ചില ദിവസങ്ങൾ ഞാൻ ബെഡ്ഷീറ്റൊന്നും വിരിക്കാതെ അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലത്തെ ദിവസം അങ്ങനെയായിരുന്നു, ബെഡ്ഷീറ്റൊന്നും വിരിക്കാതെ ഭയങ്കര ഒരു നനച്ചുളിയും കാര്യങ്ങളൊക്കെ ആയ കാരണേ ഒരു വയ്യായ്മ ഫീൽ ചെയ്യും. അപ്പോൾ എന്താ രണ്ടും കൽപ്പിച്ചിട്ടുണ്ട് കിടക്കും. എന്നെക്കായി മുന്നേ മോനെ ഉറങ്ങണ കാരണം ഓനോടെ കിടന്നാൽ പിന്നെ ഞാൻ ഓനെ ശല്യം ചെയ്യാൻ പോക്കില്ല. അങ്ങനെ ഞാൻ അതൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേന് നമ്മളെ കറിയൊക്കെ സെറ്റായിരുന്നു. അപ്പോൾ ഞാൻ അധികം കടുകൊക്കെ പൊട്ടിച്ചിട്ട് വറവിടുകയും ചെയ്തതാണ് കേട്ടോ. അതൊന്നും പിന്നെ ഞാൻ വീഡിയോയിൽ ക്യാപ്ചർ ചെയ്തിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോഴത്തേന് എൻ്റെ കുളിയും നനയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഉച്ച അയക്കണം, ഒരു 2 മണിയൊക്കെ അയക്കണം. ഭക്ഷണമൊക്കെ കഴിച്ച് അതിന് ശേഷം മോൻക്കും കൊടുത്തിട്ട് യാ അല്ലാ യാ നഫ്സി പിന്നെ ഒരൊറ്റ റൂമിൽ പോയി ഒരൊറ്റ കിടത്താണ്. ചെക്കനെ